തലസ്ഥാനത്ത് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനായില്ല. ട്രയൽ റൺ നടത്തിയെങ്കിലും കുടിവെള്ള വിതരണം ആരംഭിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരം 4 മണിയോടെ വെള്ളം എത്തിക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. കോർപ്പറേഷൻ പരിധിയിലെ 44 വാർഡുകളിലാണ് 4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്തു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു പറഞ്ഞതുപോലെയാണ് സേവാഭാരതി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഒരാശ്വാസമായി കുടിവെള്ള വിതരണം നടക്കുന്നത്. കുടിവെള്ളം പോയിട്ട് മുഖമൊന്ന് കഴുകാൻ പോലും വെള്ളമെടുക്കുന്ന വളരെ ബുദ്ധിമുട്ടിയാണ് എന്നുള്ളൊരു പരാതിയാണ്. വലിയ പ്രതിസന്ധിയിലാണ് നഗരവാസികൾ. പക്ഷേ ഈ ട്രയൽ റൺ നടത്തിയെങ്കിലും എന്തുകൊണ്ട് വിതരണം പുനഃസ്ഥാപിച്ചില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലക്ഷ്മി, ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഏറ്റവും പുതുതായിട്ട് വാർത്തയെന്ന് പറയുന്നത് തലസ്ഥാനത്ത് ഇന്നും വെള്ളം വരില്ല. കാരണം അലൈൻമെന്റിൽ സാങ്കേതിക വിദ്യയിൽ പാകപ്പിഴയുണ്ട്, അല്ലെങ്കിൽ പിഴക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രാവിലെ ഈ റെയിൽവേയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് മാറ്റിവിട്ട സ്ഥലത്താണ് ഈ പൈപ്പ് മാറ്റേണ്ടത്. ആ പൈപ്പ് രാവിലെ സ്ഥാപിച്ച പൈപ്പ് വലുതായിപ്പോയി. അതിനുശേഷം മറ്റ് പൈപ്പുകൾ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ നല്ല ഊറ്റുള്ള പ്രദേശമാണ്, വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. പക്ഷേ ഈ 4 മണിയോടുകൂടി ജലം പുനഃസ്ഥാപി അല്ലെങ്കിൽ ശുദ്ധജലം വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും സർക്കാരിന് അല്ലെങ്കിൽ കോർപ്പറേഷനോ അത് സാധിച്ചിട്ടില്ല എന്ന് വേണം പറയേണ്ടത്. മേയറും അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നിടത്തായി ജഗതി ഭാഗത്ത് ഇവർ തുടരുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ ധൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ഈ വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നടക്കുന്നില്ല എന്ന് വേണം പറയാൻ. അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ജലവിതരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ പാത്രങ്ങളെ നിറച്ച് വെക്കുന്ന വെള്ളം എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം നാളെ സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കേണ്ട ദിവസമാണ്. അതോടൊപ്പം തന്നെ ഓഫീസുകൾ, സെക്രട്ടേറിയറ്റിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. വിവിധ ഇടങ്ങളിൽ നാളെ ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കണം, സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കണം. അവിടെയൊക്കെ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ നാളെയൊക്കെ സ്കൂളുകൾക്ക് അവധി കൊടുക്കണോ, അല്ലെങ്കിൽ നാളത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുക്കണമോ എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞ ഏതാണ്ട് 10-14 മണിക്കൂറുകളായിട്ട് ഈ നഗരസഭയുടെ നേതൃത്വത്തിൽ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ഇത് നന്നാക്കാൻ സാധിച്ചിട്ടില്ല. ട്രയൽ റൺ നടത്തിയെങ്കിലും ഈ പൈപ്പിന്റെ വലിപ്പക്കുറവ് മൂലമാണെന്ന് തോന്നുന്നു ഈ വെള്ളം പൂർണ്ണമായിട്ടും പമ്പ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ അരുവിക്കരയിൽ നിന്നുള്ള ഒരു ജലവിതരണത്തിലുള്ള ഒരു പൈപ്പിൽ ചോർച്ചയുണ്ട്. ആ ചോർച്ചയും ഇപ്പോൾ ഈ ജലവിതരണത്തിൽ വലിയൊരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസമല്ല തലസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഈ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് കഴിഞ്ഞ 1 മാസമായിട്ട് ഇത്തരത്തിൽ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കും ടാങ്കുകൾ വൃത്തിയാക്കുന്നതിനുമായിട്ടും പൈപ്പുകൾ അറ്റകുറ്റപ്പണികൾക്കുമായിട്ടൊക്കെ വാട്ടർ അതോറിറ്റി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം കറക്റ്റ് സമയത്ത് തന്നെ ഈടാക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം എത്തിക്കാനുള്ള നടപടികളാണ് നടത്താത്തത്. ഈ ആളുകൾ വിളിച്ച് കംപ്ലൈന്റ് പറയുന്ന സമയത്ത് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ എന്നൊരു മറുപടി മാത്രമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതോടെയാണ് ഒരുപക്ഷെ മേയറും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഒക്കെ നേരിട്ടെത്തി ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയത്. പക്ഷേ ഇടപെട്ടിട്ടും കാര്യങ്ങൾ തഥൈവ തന്നെയാണ്. കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കുന്നില്ല. വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. നാളെ ഇനിയിപ്പോൾ അവധി കൊടുക്കണോ എന്ന കാര്യം, നാളെ കോർപ്പറേഷന് കീഴിൽ വരുന്ന സ്കൂളുകൾക്കൊക്കെ അവധി കൊടുക്കണമോ എന്ന കാര്യമാണ് ഇപ്പോൾ സർക്കാർ അതോടൊപ്പം തന്നെ കോർപ്പറേഷനൊക്കെ തീരുമാനിക്കുന്നത്. ഈ രാത്രി 8 മണിയോടുകൂടി വെള്ളം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സാങ്കേതിക പിഴവ് കാരണം ഇപ്പോഴും പൈപ്പ് മാറ്റാൻ സാധിച്ചിട്ടില്ല. വെള്ള വിതരണം തുടങ്ങിയിട്ടില്ല. ഈ ടാങ്കറുകൾ എത്തിക്കുന്ന വെള്ളം അത് എല്ലായിടത്തും ശരിയായിട്ട് എത്തിക്കുന്നില്ല. വലിയ റോഡുകളിലുള്ള സ്ഥലങ്ങൾ ഇരിക്കുന്ന വീടുകളിൽ മാത്രമാണ് ഈ ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളം കൊടുക്കാൻ സാധിക്കുന്നത്. ചെറിയ ഇടറോഡുകളിൽ താമസിക്കുന്നവർക്ക് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവര് വെള്ളം എടുക്കാനായിട്ട് ദൂരെ നിന്നും വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ തന്നെ ടിൻഡു പറഞ്ഞതുപോലെയാണ് പ്രവൃത്തി ദിവസങ്ങൾ തുടങ്ങുകയാണ്. നാളെ മുതൽക്ക് വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാകുക കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.